ഇനി നമുക്ക് എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതിഥികളാണല്ലോ. അപ്പോൾ ഇന്നും നമ്മുടെ രണ്ടുപേരുടെയും മുന്നിൽ പെർഫോം ചെയ്യാൻ ഒരു മിടുക്കി കുട്ടി, അതായത് ഗൗരിയുടെ ലൈഫിൽ കുറേ അത്ഭുതങ്ങൾ സംഭവിച്ചു, ആ ഒരു ദൈവാനുഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ് നമ്മൾ സംസാരിച്ചു. ഇന്ന് ഇവിടെ വരാൻ പോകുന്നതും അങ്ങനെ ഒരു വെറൈറ്റി പെർഫോമൻസും ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ഒരു മിടുക്കി കുട്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദേവി നന്ദന. അപ്പൊ ദേവി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം. നല്ല വിശേഷം. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കുട്ടിയാണ്. എവിടെ നിന്നാണ് വരുന്നത്? വർക്കലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതായത് കീബോർഡിൽ അത്യാവശ്യം നല്ല മാജിക് ഒക്കെ കാണിക്കാൻ അറിയുന്ന ഒരാളാണ്. അതിന്റെ കൂടെ മിറർ റൈറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. എത്ര വയസ്സുണ്ട് അത് പറയൂ? എനിക്ക് 18 വയസ്സ്. 18? കള്ളം. ഞാൻ വിചാരിച്ചൊരു 14-9 പഠിക്കുന്നു. ആ ശരിയാ, ഞാൻ അറിഞ്ഞു. അതായത് ഓൾ ഇന്ത്യയില് CBSE അല്ലേ 7th റാങ്ക് +2 കിട്ടിയ ഒരാളാണ്. ഗ്രേറ്റ്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 500 493. 493. സൂപ്പർ. ശരി, അപ്പൊ പറയൂ, ഈ പഠിത്തത്തിന്റെ ഇടയിൽ ഇതിനൊക്കെ ഉള്ള സമയം കണ്ടെത്തി ഇതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പഠിക്കേണ്ട സമയത്ത് പഠിക്കും, അല്ലാത്ത സമയത്ത് ഇത് വായിക്കും. മിറർ റൈറ്റിംഗോ? മിറർ റൈറ്റിംഗ് ഞാൻ 6th ആദ്യമായിട്ട് ട്രൈ ചെയ്തു. 6th? ഓക്കെ. അത് ട്രൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ, ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്യണമെന്ന് തോന്നാൻ? അത് ക്ലാസ്സിലെ ടീച്ചർ ആംബുലൻസിൻ്റെ അത് പഠിപ്പിച്ചപ്പോൾ അത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സ്പീഡിന് എഴുതാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒരു റെക്കോർഡ് എടുത്തായിരുന്നു. ഓ, റെക്കോർഡ്. സൂപ്പർ. എന്തൊക്കെ റെക്കോർഡ്സാ കിട്ടിയത്? എന്തൊക്കെ കിട്ടി മിറർ റൈറ്റിംഗിന്? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഫാസ്റ്റസ്റ്റ് മിറർ റൈറ്റിംഗ് ഇൻ 1 minute. ഒരു മിനിറ്റിൽ അപ്പം എത്രയോ വേർഡ്സ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? 165 ലെറ്റേഴ്സ്. ഇന്ത്യൻ പ്ലെഡ്ജ്. ഓ, പ്ലെഡ്ജ്. ഇംഗ്ലീഷ്. ഈ അതായത് ഇംഗ്ലീഷ് മാത്രമേ എഴുതുള്ളൂ, അതോ മലയാളം, ഹിന്ദി, തമിഴ്? അതെല്ലാം എഴുതും. എല്ലാം എഴുതും. അറിയാവുന്ന ഭാഷയിലേക്ക് എഴുതും. ഏതൊക്കെ ഭാഷ അറിയാം? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. തമിഴിലെ അക്ഷരങ്ങൾ ചെറുതായിട്ട് എഴുതാറിയാം. അതെ. നമുക്ക് കുറച്ച് വേർഡ്സ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എഴുതുമോ എന്നുള്ളത്? മലയാളവും ഇംഗ്ലീഷും ഒക്കെ നോക്കാം. പറയട്ടെ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു ബോർഡ് തരാം. അപ്പം നമ്മൾ പറയുന്ന വേർഡ്സ് ഒന്ന് എഴുതും. ഓക്കെ? അപ്പം ഈ മിറർ റൈറ്റിംഗിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു കൈ കൊണ്ടല്ല, 2 കൈ കൊണ്ടാണ് ഇതെല്ലാം എഴുതുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഞാനൊരു വേർഡ് കൊടുക്കാം. ഓക്കെ. റെഡ് കാർപ്പറ്റ്. ആഹാ, നോക്കട്ടെ എങ്ങനെയാണ് റെഡ് കാർപ്പറ്റിന് ഒരു അവിടെ കൊടുത്തോ. അപ്പൊ നമുക്ക് ആംബുലൻസിന്റെ ഫ്രണ്ടിലാണോ നമ്മളിത് കൂടുതൽ കണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ആംബുലൻസ് ഒന്ന് എഴുതിക്കേ നോക്കട്ടെ. ഈ കൈ വെച്ച് നേരെ, ഈ കൈ വെച്ച് തിരിച്ചു എഴുതാം. ഓക്കെ. അടിപൊളി. ഇതൊരു അതായത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. അതിനിപ്പോൾ കിട്ടിയാലും ഒരുപാട് പ്രാക്ടീസും ഫോക്കസും ഒക്കെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ എല്ലാ റെക്കോർഡ്സിനും ഒരു വലിയൊരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇനി കീബോർഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് കീബോർഡ് കണ്ണ് കെട്ടിയിട്ടാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സിനിമാ പാട്ടുകളാണോ അതെയോ അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും നോട്ട്സ് ആണോ? എന്താണ് കീബോർഡിൽ വായിക്കുക? സിനിമാ പാട്ടാണ് വായിക്കുക. ആൻഡ് കണ്ണ് കെട്ടിയിട്ട് ഡബിൾ സ്പീഡിൽ വായിക്കും. കണ്ണ് കെട്ടിയും വായിക്കും, അല്ലാതെ ഡബിൾ സ്പീഡിലും വായിക്കും. സൂപ്പർ. അതാണ് നമുക്ക് ഇന്ന് കാണേണ്ടത്. അതിനു മുമ്പ് കൂടെ വന്നിരിക്കുന്ന പറഞ്ഞോ. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഗിഫ്റ്റാ? എന്ത് ഗിഫ്റ്റാ? എന്തായാലും താങ്ക് യു ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സമ്മാനം തന്നതിലും. ഭയങ്കര തോട്ട്ഫുൾ ആയിരുന്നു. പ്രതീക്ഷിച്ചില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
സോ ദേവിയുടെ ആരൊക്കെയാണ് പറഞ്ഞോളൂ. ഞാൻ ദേവിയുടെ അമ്മയുടെ ചേച്ചിയാണ്. അമ്മയുടെ ചേച്ചിയാണ്. പേര് ജയകുമാരി. ജയകുമാരി. ഇനി ഇതാരാണ് വന്നിരിക്കുന്നത്? അമ്മയാണ്. അമ്മയാണ്. ഓക്കെ, അമ്മയുടെ പേര്? അമ്പിളി കൃഷ്ണ. അമ്പിളി കൃഷ്ണ. ചേച്ചി എന്താണ് ചേച്ചിയുടെ കുഞ്ഞിലെ കഴിവുകളൊക്കെ എന്തൊക്കെയായിരുന്നു? പാടുമായിരുന്നു, എല്ലാത്തിലും പങ്കെടുക്കുക. കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്. ഓ അത് ശരി, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ എല്ലാ ഐറ്റംസും കയ്യിലുള്ളതാണ്. മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട്? സ്കൂളിൽ വെച്ച് കലാതിലകമൊക്കെ ആയിരുന്നു. ഓ അടിപൊളി. അയ്യോ, ചേച്ചിയാണ് നമ്മൾ കാണാൻ കാത്തിരുന്നത്. അപ്പൊ എന്താണ് പിന്നെ ഇപ്പൊ എല്ലാം വിട്ടോ? അല്ല, ഇപ്പോഴും പാടുന്നൊക്കെ ഉണ്ട്. അല്ലാതെ അത് പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ടോ? പ്രോഗ്രാം ഞങ്ങള് വർക്കലയാണ്. അവിടെ ഒരു പരവൂർ സംഗീത സഭ ഉണ്ട്, ദേവരാജ മാഷിന്റെ സ്മൃതി മണ്ഡപത്തില്. അപ്പൊ അതിൽ നമ്മള് അങ്ങനെയൊക്കെ പാടാൻ ഒരു പോവാറുണ്ട്. മാസത്തിലൊരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ഒരു 2-3 വരി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം ശാർദുല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. താങ്ക് യു ചേച്ചി. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വേണ്ടി നല്ലൊരു സോങ് പാടി തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇതാരാ വന്നിരിക്കുന്നത്? ദേവിയുടെ അച്ഛനാണ്. ദേവിയുടെ അച്ഛൻ. ശരി, അച്ഛന്റെ പേര്? രമേശ് ചന്ദ്രബാബു. ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ KSRTCയിലാണ് വർക്ക് ചെയ്യുന്നത്. KSRTCയിലാണ്. ചേട്ടൻ ഇതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സ്പോർട്സ് ആയിരുന്നോ, കലയായിരുന്നു, എന്തായിരുന്നു? പങ്കെടുത്തിട്ടില്ല. ആ സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും? ഇല്ലില്ല, പഠിക്കും, നന്നായിട്ട് പഠിക്കുമായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ ദേവി നന്ദന ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ മോളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണ്. അതെ. ശരി, അപ്പൊ എന്തായാലും എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം.